പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിൽ ദൈവമിടയാക്കിയതിനെ ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. നമുക്ക് ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ ദൈവം ഭൂമിയിൽ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തെയും തൻ്റെ വചനത്താൽ സൃഷ്ടിച്ചവനാണ് ദൈവം. ഉളവാകട്ടെ എന്ന് പറഞ്ഞു, ഉളവായി. അങ്ങനെയാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. അങ്ങനെ ഉളവാകട്ടെ എന്ന് പറഞ്ഞ് സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തില് 1-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴായും ശൂന്യമായും വരുന്നു. അങ്ങനെ അവിടെ തുടർന്ന് നമ്മൾ വായിച്ചു വരുമ്പോൾ 31-ാമത്തെ വാക്യത്തില് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഏറ്റവും നല്ലതെന്ന് ദൈവം കാണും. 1-ാമത്തെ വാക്യത്തില് നമുക്ക് കാണാൻ കഴിയുന്നത് പാഴും ശൂന്യമായിരുന്ന ഭൂമിയെ കുറിച്ച്. 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഏറ്റവും നല്ലതെന്ന് പറയുന്ന നിലയിലേക്ക് മാറി. എന്നാൽ ആ സൃഷ്ടിയുടെ ഓരോ ഘട്ടങ്ങളെ നമ്മൾ നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മൾ വളരെ മനോഹരമായ ഒരു വാക്ക് കാണുന്നുണ്ട്. കർത്താവ് നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കി. ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. അപ്പൊ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, മറ്റ് സൃഷ്ടികളിൽ ഒന്നിനും ഒരു സൃഷ്ടിയുടെ മുമ്പ് ദൈവം ഡിസൈൻ ചെയ്തില്ല. ഇങ്ങനെ വേണം, അതിന്റെ രൂപം ഇങ്ങനെ ആയിരിക്കണം എന്ന് മുന്നേക്കൂട്ടി പ്ലാൻ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നാൽ മനുഷ്യന്റെ സൃഷ്ടിയോട് ബന്ധത്തിൽ മാത്രം നമ്മൾ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം തന്റെ ഉള്ളിൽ തന്നെ പറയുകയാണ്, നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പൊ ദൈവം അവിടെ നമുക്ക് ആ 26-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. ഉൽപ്പത്തി പുസ്തകം 1-ന്റെ 26-ാം വാക്യം: നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതികളിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ എഴുതുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇവിടെ ഇതുവരെയും ദൈവം സംസാരിച്ചു കൊണ്ടിരുന്നത് ശൂന്യത നോക്കി. കർത്താവ് പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായി. അപ്പോ നിലത്ത് നിന്ന് മുളച്ചു വരട്ടെ എന്ന് പറഞ്ഞു, ഉണ്ടായി. ആകാശവിധാനങ്ങൾ തമ്മിൽ വേർപിരിയട്ടെ എന്ന് പറഞ്ഞു, ആകാശവിധാനത്തോട് കൽപ്പിച്ചു. അത് രണ്ടായി വിഭാഗിക്കപ്പെട്ടു. അപ്പൊ അങ്ങനെയൊക്കെ അവിടെ അങ്ങനെയെല്ലാം കാണുമ്പോൾ ഇവിടെ ദൈവം സൃഷ്ടിച്ച് എവിടുന്നാണോ സൃഷ്ടിക്കപ്പെടേണ്ടത് അതിനോടാണ് ഇത് കർത്താവ് കൽപ്പിച്ചത്, ഉണ്ടായി വരട്ടെ എന്ന് കൽപ്പിച്ചു. എന്നാൽ ഇവിടെ ദൈവം മനുഷ്യന്റെ സൃഷ്ടിയുടെ സമയത്ത് ദൈവം തന്നോട് തന്നെ പറയുന്നു. അതായത് ദൈവം ആരോടാണോ പറയുന്നത് അവരിൽ നിന്നാണ് അത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ദൈവം ഇവിടെ പറഞ്ഞു, നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ദൈവം ദൈവത്തോട് തന്നെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ പുറപ്പെട്ടു വന്നത് എവിടുന്ന? ദൈവത്തിൽ നിന്ന്. അതെ, ദൈവം ദൈവത്തോട് പറഞ്ഞു. ഇതുവരെയും സമുദ്രത്തിലെ മത്സ്യങ്ങൾ സമുദ്രത്തോട് പറഞ്ഞു മത്സ്യങ്ങൾ ഉണ്ടാകട്ടെ. ഭൂമിയോട് പറഞ്ഞു, നിലത്തോട് പറഞ്ഞു വിത്തുള്ള സസ്യങ്ങൾ മുളച്ചു വരട്ടെ എന്ന് പറഞ്ഞു. ഇപ്പൊ വെള്ളത്തോട് പറഞ്ഞു, വെള്ളവും ഉണങ്ങിയ നിലവും തമ്മിൽ വേർപിരിയാനായിട്ട് കൽപ്പിച്ചു. അപ്പൊ എവിടെയാണോ എന്ത് സംഭവിക്കേണ്ടത് ആ സാഹചര്യത്തോടാണ് ദൈവം കൽപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ മാത്രം 6-ാം ദിവസം മനുഷ്യന്റെ സൃഷ്ടിയോട് ചേർന്ന് ദൈവം തന്നോട് തന്നെ പറയുന്നു. അപ്പോ മനുഷ്യനുളവായി വന്നത് എവിടെ നിന്ന്? ദൈവത്തിൽ നിന്ന്, അവനിൽ നിന്ന് തന്നെ. പ്രൈസ് ഗാഡ്. അതായത് അങ്ങനെയാണെങ്കിൽ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവം നിലത്തെ പൊടിയിൽ നിന്നും മനുഷ്യനെ എടുത്തു. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം. അപ്പൊ അവിടെ അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണുന്ന ആ 2 വിധത്തിലുള്ള കാര്യങ്ങളെ കാണുന്നു. അതായത് ഒന്ന്, ദൈവം തന്നെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കിയപ്പോ അവന്റെ സ്വരൂപം, അതായത് അവന്റെ പ്രകൃതം
ജഡപ്രകാരമായ നേച്ചർ ഭൂമിയിൽ നിന്ന് എടുത്തത്. അവന്റെ ജഡപ്രകാരമുള്ള ആ പ്രകൃതം നിലത്തെ പൊടിയിൽ നിന്നെടുത്തു. എന്നാൽ അവന്റെ സ്വഭാവം ദൈവത്തിൽ നിന്ന്, അതായത് അവനെ പോലെ തന്നെ സൃഷ്ടിച്ചു. അവനെ പോലെ തന്നെ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനിൽ ദൈവം കണ്ട നേച്ചർ എന്ന് പറയുന്നത് തന്റെ തന്നെ സ്വരൂപമാണ്. തന്റെ തന്നെ സ്വരൂപമാണ് മനുഷ്യനിൽ കാണുന്നത്. അതായത് മനുഷ്യന്റെ ശരീരപ്രകാരമായുള്ള പ്രകൃതം, അതായത് നമുക്കറിയാം, നമ്മുടെ വിരലുകൾ നമ്മുടെ ശരീരത്തിൽ കാണത്തക്കവണ്ണമുള്ളതായ എല്ലാം നമ്മുടെ ശരീരത്തെ നിലത്തെ പൊടിയിൽ നിന്നെടുത്തപ്പോ നമുക്ക് നമ്മുടെ ശരീരത്തെ നമ്മുടെ ഒരാളുടെ മുഖത്ത് നമുക്ക് കാണാം, ഒരാളെ അന്യോന്യം നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അവരുടെ ചിന്തകളെ നമുക്ക് കാണാൻ കഴിയും, അവരുടെ മനസ്സിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ കാണുന്നത്? ഒരാളുടെ പ്രകൃതം, ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ശരീരമല്ല, അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണങ്ങളാണ്, ചിന്തകളാണ്, അറിവാണ്. അപ്പൊ ഇവിടെ ദൈവം ആദമിനെ നിലത്തുനിന്നെടുത്തു, അവന്റെ പുറമേ ഉള്ള പ്രകൃതം നിലത്തുനിന്നെടുത്തു. പക്ഷേ അവന്റെ ഉള്ളിൽ അവന്റെ നേച്ചർ, ഹിസ് ക്യാരക്ടർ ആൻഡ് എബിലിറ്റി, ദാറ്റ് ഈസ് ഓൾ തിങ് ഫ്രം ഗോഡ്. മറ്റൊരു ജീവജാലങ്ങൾക്കും തന്റെ പ്രകൃതം, തന്റെ കഴിവ്, തന്റെ കപ്പാസിറ്റി കൊടുത്തില്ല. അതായത് മനുഷ്യനെ കുറിച്ച് കാണുമ്പോൾ നമ്മള് മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ ദേഹം, ദേഹി, ആത്മാവ്, ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്, ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്. ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. അപ്പൊ ദേഹവും ദേഹിയും ആത്മാവും. മൃഗങ്ങൾക്ക് സ്പിരിറ്റ് ഉണ്ട്. സ്പിരിറ്റ് നമ്മള് ദൈവജനത്തിൽ വായിക്കുമ്പോൾ അത് മൃഗങ്ങളുടെ സ്പിരിറ്റ്, മൃഗങ്ങളുടെ ആത്മാവ് എന്നതിനെ കുറിച്ച് നമുക്ക് വചനത്തിൽ കാണാൻ കഴിയും. സഭാപ്രസംഗയുടെ പുസ്തകത്തില് അത് നമുക്ക് 3-ാം അധ്യായത്തില് അതിന്റെ 21-ാം വാക്യം, മനുഷ്യരുടെ ആത്മാവ് മേലോട്ട് പോകുന്നു, മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് ഭൂമിയിലേക്ക് പോകുന്നു. മൃഗങ്ങളുടെ ആത്മാവ്. അപ്പൊ അവിടെ മനുഷ്യനും ആത്മാവുണ്ട്, മൃഗങ്ങൾക്കും ആത്മാവുണ്ട്. അപ്പൊ അവിടെ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, മനുഷ്യനും ആത്മാവുണ്ട്, മൃഗങ്ങൾക്കും ആത്മാവ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജീവൻ ഉണ്ടായിരുന്ന സകലത്തിന്റെ ജീവൻ ഈസ് ഫ്രം ഗോഡ്, ലൈഫ് ഈസ് ഫ്രം ഗോഡ്. എല്ലാവർക്കും ഉണ്ടായിരുന്ന ജീവൻ അത് ദൈവം നൽകിയതാണ്. പക്ഷെ ജീവൻ പ്രാപിച്ച മനുഷ്യൻ, ജീവൻ ഉണ്ടായിരുന്ന മറ്റു മൃഗങ്ങൾക്കൊന്നും ആ ജീവന്റെ ഉറവിടമോ ജീവന്റെ കാരണക്കാരനെയോ ആ ജീവൻ എന്തിനാണ് നൽകിയതെന്നുള്ള ബോധ്യം അവർക്കില്ല, ഒരു ലക്ഷ്യമില്ല. അവയൊക്കെ സകല സൃഷ്ടിജാലങ്ങളും ദൈവത്തെ ആരാധിക്കട്ടെ എന്നൊക്കെ പറയുന്നു. പക്ഷെ അവരിലൊന്നും ഏൽപ്പിക്കാൻ കഴിയത്തില്ല ദൈവത്തിന്റെ ദൗത്യം. കാരണം മനുഷ്യന് മാത്രമുള്ള പ്രത്യേകതയാണ് മനസ്സ്, സോൾ. മൃഗങ്ങൾക്ക് സ്പിരിറ്റ് ഉണ്ട്, ബോഡി ഉണ്ട്, ദേ ഹാവ് നോ സോൾ. അപ്പം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന്റെ ദൈവം നൽകിയ പ്രകൃതമാണ് ശരീരം, ദേഹി, ആത്മാവ്, ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. അപ്പൊ ഈ സോൾ ആൻഡ് സ്പിരിറ്റ്, ഈ സോൾ എന്താണ് ദേഹി കൊണ്ട് അർത്ഥമാക്കുന്നത്? സോൾ കൊണ്ട് നമ്മൾ ഹൃദയം, മനസ്സ്, ചിന്തകൾ എന്നൊക്കെ പറയും. അതായത് നമുക്ക് ചിന്തിച്ചു നോക്കുക, മൃഗങ്ങൾക്ക് സ്പിരിറ്റ് ഉണ്ട്, പക്ഷെ ആ സ്പിരിറ്റ് ദൈവത്തിൽ നിന്ന് നൽകപ്പെട്ടതാണെന്നോ ആ സ്പിരിറ്റിന്റെ പവർ എന്താണെന്നോ അവർക്ക് അറിയില്ല. അറിയത്തക്കവണ്ണമുള്ള സോൾ, മനസ്സ്, ചിന്താശക്തി അവയ്ക്കില്ല. എന്നാൽ മനുഷ്യന് മാത്രം ദൈവം നൽകിയ ഒരു പ്രത്യേകതയാണ്, അവനെ കുറിച്ച് ഉൽപ്പത്തി 2:7 പറയുന്നു, അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു, ലിവിങ് സോൾ. അതുകൊണ്ട് തന്നെ ഈ ആത്മാക്കളെ നേടുക എന്ന പദപ്രയോഗമാണ് നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയുന്നത്. എന്നാൽ ഇംഗ്ലീഷ് ഭാഷയിൽ അവർ പറയുന്നത് സോൾ വിന്നിങ്, സോൾ വിന്നേഴ്സ്, സോൾ. കാരണം ഒരാളുടെ മനസ്സിനെയാണ് കർത്താവിന് വേണ്ടി നേടേണ്ടത്. കാരണം ആ മനസ്സിന്റെ ഡിസിഷനിൽ നിന്നാണ്
അവന്റെ ആത്മാവുമായിട്ട് അവൻ കണക്ട് ആകുന്നത്. ഇപ്പൊ ഈ മൃഗങ്ങൾക്കോ മറ്റു ജീവജാലങ്ങൾക്കോ ഒന്നുമില്ല സോൾ. മനുഷ്യന് മാത്രമാണ് സോൾ ദൈവം തന്നിരിക്കുന്നത്. അപ്പൊ ആ സോളിലാണ് നമ്മുടെ രക്ഷ, ആത്മാവിന്റെ രക്ഷ എന്ന് പറയുമ്പോൾ സോൾ, സാൽവേഷൻ ഓഫ് ദ സോൾ. അതായത് എന്റെ മനസ്സില് യേശുവിനെ കർത്താവെന്ന് ഞാൻ കാണുന്നതോടുകൂടെ എന്റെ സ്പിരിറ്റിനെ ഞാൻ തിരിച്ചറിയുകയാണ്. മൈ സ്പിരിറ്റ് ഈസ് ഗോഡ് സ്പിരിറ്റ്. ഇത് അപ്പൊ അങ്ങനെ സോൾ, നമുക്കറിയാം സോൾ മനസ്സ്, ചിന്തയും മനസ്സും ഒക്കെ ഉള്ള മനുഷ്യൻ. ചിന്തിച്ചു നോക്കുക, മൃഗങ്ങൾ ശബ്ദം കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആശയവിനിമയം നടത്തുന്നത് ശബ്ദങ്ങളും അവയുടെ അല്ലെ ശബ്ദമാണ് അധികം. ശബ്ദം കൊണ്ടാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ പണ്ട് ഞങ്ങളുടെ വീട്ടില് കോഴിയെ വളർത്തും. അപ്പോഴങ്ങനെ ശത്രുക്കൾ വരുമോ എന്തെങ്കിലും ഇത് വരുമ്പോൾ ആ തള്ളക്കോഴി ഒരു ശബ്ദം പുറപ്പെടുവിക്കും. ഉടൻ തന്നെ ചുറ്റും നിൽക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾ ഓടി വന്ന് ആ തള്ളക്കോഴിയുടെ ചിറകിനടിയിൽ മറയും. അപ്പൊ അപകടമുണ്ടാകുമ്പോൾ ചില ശബ്ദം പുറപ്പെടുവിക്കും, തീറ്റ കാണുമ്പോൾ ചില ശബ്ദം പുറപ്പെടുവിക്കും. അപ്പോഴ് മൃഗങ്ങളും ജീവജാലങ്ങളെല്ലാം ശബ്ദത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മനുഷ്യന് മാത്രമാണ് വാക്കുകൾ കൊണ്ട് കമ്മ്യൂണിക്കേറ്ററിൽ ഗിഫ്റ്റ് തന്നത്. അപ്പൊ വാക്കുകൾ വേണമെങ്കിൽ സോൾ വേണം. വാക്കുകൾ കൊണ്ട് ആശയവിനിമയം നടത്തണമെങ്കിൽ ഒരു മനുഷ്യനും മനസ്സും ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടാവണം. അതുകൊണ്ടാണല്ലോ ഈ ലോകത്തിൽ ഇത്രയും വൈവിധ്യമാർന്ന ഭാഷകൾ, വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ. അതിനെല്ലാം കാരണം മനുഷ്യന്റെ മനസ്സാണ്. അവൻ മനസ്സിലാണ് ചിന്തിക്കുന്നത്, എന്താണ് പറയേണ്ടത്, ഈ വാക്കിന്റെ അർത്ഥം എന്താണ്, നമ്മൾ മനസ്സിൽ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ മലയാള ഭാഷയിൽ ഇപ്പോ നമ്മൾ പറയുന്നു. അപ്പം ഞാൻ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെന്നിരിക്കട്ടെ, രക്ഷ എന്ന് പറയുന്ന ആ രണ്ട് പദങ്ങൾ ഞാൻ പ്രയോഗിക്കുമ്പോൾ കേൾക്കുന്ന നമുക്ക് മനസ്സിലാവും രക്ഷ. കാരണം ഭാഷ, നമ്മുടെ സോള്, നമ്മുടെ ചിന്തകൾ ഒരുപോലെ ചിന്തിക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. രക്ഷ എന്ന് പറഞ്ഞാൽ രക്ഷ എന്നാണ്. എന്നാൽ അതേ നേരത്ത് ഞാൻ രക്ഷ എന്ന വാക്കൊരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന ഒരാളോട് ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാകില്ല. പക്ഷെ എന്നാൽ അദ്ദേഹത്തോട് സേവ്ഡ് അല്ലെങ്കിൽ സാൽവേഷൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകും. അപ്പൊ മനുഷ്യന് ദൈവം കൊടുത്ത പ്രകൃതമാണ് എന്ത്? സോൾ, മനസ്സ്. അപ്പൊ ഈ മനസ്സുകൊണ്ടുള്ള പ്രത്യേകത എന്താണ്? മനസ്സുകൊണ്ട് വാക്കുണ്ടാകുന്നു, ഭാഷകൾ സൃഷ്ടിക്കപ്പെടുന്നു, സംസ്കാരം ഉണ്ടാകുന്നു, വളർച്ച ഉണ്ടാകുന്നു. ഇതെല്ലാം മനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. സോൾ ഈസ് സോ ഇമ്പോർട്ടന്റ്. മനസ്സ് വളരെ പ്രധാനപ്പെട്ടത്. അപ്പൊ മനസ്സുകൊണ്ട് ഒരു മനുഷ്യന്റെ സ്വഭാവം തന്നെ തെറ്റിപ്പോകുള്ളൂ. മനസ്സിന്റെ വൈകല്യങ്ങൾ ഉണ്ടല്ലേ, ഓർമ്മക്കുറവ് വന്നാൽ, അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ അവരൊരു നമ്മള് ചിലരെ കുറിച്ച് മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടും, മൃഗം എന്നൊക്കെ മനുഷ്യർ പറയാറ്. അപ്പൊ അവിടെ മനസ്സെന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. സോൾ ഈസ് സോ ഇമ്പോർട്ടന്റ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കർത്താവ് പറഞ്ഞത് മാനസാന്തരപ്പെടുക. മനസ്സിനാണ് പുതുക്കം ആവശ്യം. തെറ്റിപ്പോയത് മനസ്സിലാണ്. അതായത് ആദമും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി ആ തോട്ടത്തിന്റെ നന്മകൾ അനുഭവിച്ച് ജീവിക്കുന്ന സമയത്ത് പിശാച് വന്നു പറഞ്ഞു, സർപ്പം വന്നു പറഞ്ഞു, ഈ പഴം തിന്നുന്ന നാളിൽ നിന്റെ കണ്ണു തുറക്കും, ദൈവത്തെ പോലെയാണ്. നന്മതിന്മകളെ കുറിച്ച് 3 കാര്യം. ഉടൻ തന്നെ നമുക്ക് നമ്മളവിടെ വാക്യത്തിൽ വായിക്കുന്ന എങ്ങനെയാണ്, ഹവ്വ ആ ഫലം കണ്ടു, നല്ലതെന്ന് അറിഞ്ഞു, കാമ്യം, ജ്ഞാനം പ്രാപിക്കാൻ കാമ്യം എന്ന് അറിഞ്ഞു, അറിവ്. എന്നാൽ പിന്നത്തതിൽ തെറ്റിപ്പോയ ആദമിന്റെ അടുക്കൽ ദൈവം വന്നപ്പോ, എന്താണ് നീ ഓടി ഒളിക്കാൻ കാരണം ചോദിച്ചപ്പോൾ മറുപടി ഇതായിരുന്നു, ഞാൻ നഗ്നനെന്ന് അറിയ കൊണ്ട് ഭയപ്പെട്ടു. അപ്പൊ അവിടെ അറിവ്, അവരിൽ ഉണ്ടായ അറിവാണ് അവനെ എന്ത് സംഭവിച്ചത്, അവന്റെ ചിന്തകളാണ്, ആ ചിന്തകൾ കൊണ്ടുള്ള പ്രവൃത്തിയാണ്, ചിന്തകളാണ്, മനസ്സാണ് അവന് വീഴിച്ചതെങ്കിൽ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വായ് കൊണ്ട് ഏറ്റുപറയുക, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അപ്പൊ അവിടെ മനസ്സ്, സോൾ എന്ന് പറയുന്നത് മനുഷ്യന് മാത്രം ദൈവം നൽകിയിരിക്കുന്ന സ്പെഷ്യാലിറ്റിയാണ്. സോൾ, മൈൻഡ്, ഹാർട്ട്. ഹാർട്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഹൃദയമുണ്ട്. പക്ഷെ ഹൃദയമെന്ന് നമുക്കറിയാലോ, ഹൃദയമെന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മനസ്സിനെ. അപ്പൊ അവിടെ ദൈവം തന്റെ കഴിവ്
വാക്കുകൾ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ കഴിവ്, വാക്കുകൾ കൊണ്ട് സൃഷ്ടിക്കാനുള്ള കഴിവ്, വാക്കുകൾ കൊണ്ട് സാഹചര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്, അത് മനുഷ്യന് മാത്രമാണ് ദൈവം നൽകിയത്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രത്തോളം വിലയേറിയവരാണ് എന്നത് നിങ്ങൾ മറന്നുപോകും. ഈ ലോകത്തിൽ സൗന്ദര്യമുള്ള, ഭംഗിയുള്ള, മനോഹരമായ, ശക്തിയുള്ള പല ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ കാണാൻ കഴിയും. പക്ഷെ അവയേക്കാൾ എത്രയോ ശ്രേഷ്ഠമായ പദവിയിലാണ് ദൈവം മനുഷ്യനെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനക്കാരൻ 8-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം പറയുന്നത്, നീ സൃഷ്ടിച്ച എല്ലാവற்றும் നോക്കുക, മനുഷ്യനെ ഓർക്കേണ്ടതവൻ എന്തുമാത്രം. ചിന്തിച്ചു നോക്കുക, നമ്മള് യൂണിവേഴ്സിനെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കുക, എത്ര മനോഹരമായി, എത്ര പല കാര്യങ്ങളും പല തലത്തിൽ, പല കാര്യങ്ങളും പല സ്ഥലങ്ങളിൽ പല വിധത്തിൽ നടക്കുമ്പോൾ എത്രയോ പവർഫുൾ ആയിട്ടുള്ള പലതും ഈ ലോകത്ത് കർത്താവ് സൃഷ്ടിച്ചു. നമുക്കറിയാലോ, നമ്മൾ കാഴ്ച ബംഗ്ലാവ് അല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ എന്താണ്, മൃഗങ്ങൾ അല്ലെങ്കിൽ പറവജാതികൾ അവരുടെ സൗന്ദര്യം ആസ്വദിക്കുക. എത്ര മനോഹരമായിരിക്കും, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കർത്താവ് ഉണ്ടാക്കിയത്. ചില ഫ്ലവേഴ്സ് ഒക്കെ കർത്താവ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെല്ലാം നോക്കുമ്പോൾ മനുഷ്യൻ എന്തുമാത്രം പ്രിയപ്പെട്ടവർ, ആ മനുഷ്യനിൽ ദൈവം തൻ്റെ മുഴുവൻ കഴിവും മുഴുവൻ പവറും മനുഷ്യനിൽ വെച്ചിരിക്കുക, നമ്മിലിട്ടിരിക്കുക. അവന്റെ മുഴുവൻ കഴിവും, അവന്റെ മുഴുവൻ എബിലിറ്റിയും മുഴുവൻ ശക്തിയും നമ്മിൽ പകർന്നു വെച്ചിരിക്കുക. പ്രൈസ് ഗാഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങൾ മറക്കരുത്, നിങ്ങൾ അസാധാരണമായവരാണ്. അത് ദൈവം ചെയ്തൊരു കാര്യം, മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മാത്രം തൻ്റെ അകത്തൊരു ഭാവന, അതെ, നാം അവന്റെ ഭാവനയിൽ നിന്നുണ്ടായവരാണ്. ഹല്ലേലൂയ. അവന്റെ ജീവൻ, അതായത് നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി, പക്ഷെ അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനോട് ദേഹിയായി തീർന്നു. അതായത് മനസ്സ്, തന്റെ സോൾ മനുഷ്യനിലേക്ക് ഇട്ടു. നമുക്കറിയാം, നമുക്ക് പ്രാണസഖി എന്നൊക്കെയല്ലേ വിളിക്കുന്നത്, അല്ലെ? പ്രാണപ്രിയൻ, പ്രാണസ്നേഹിതൻ, എന്തൊക്കെയാ? സോൾ. അപ്പൊ ആ സോളാണ് പേഴ്സണാലിറ്റിയുടെ എല്ലാം ബേസ്. ദൈവം മനുഷ്യന് കൊടുത്ത തന്റെ സോൾ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിന്റെ സോൾ, അതായത് അവന്റെ പ്രാണനാണ്, അവന്റെ പ്രാണന. യെസ്, നമ്മള് ഈ പ്രാണൻ എന്ന പദം സോൾ എന്ന പദത്തോട് ചേർന്നാണ് വരുന്നത്. മനസ്സെന്ന പദം സോളിനോട് ചേർന്നാണ് വരുന്നത്. മനമേ, എൻ മനമേ, ഓ മൈ സോൾ, എന്റെ പ്രാണൻ, ആ മൈ സോൾ, അവിടെ എല്ലാം സോൾ എന്ന പദം ഉപയോഗിക്കുന്നത്. അപ്പോ ദൈവത്തിന്റെ പ്രാണൻ, അതെ, ഹല്ലേലൂയ, പ്രാണൻ മറഞ്ഞിരിക്കുന്ന ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, ദാറ്റ് ഈസ് യു. പ്രിയപ്പെട്ടവർ, ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങൾ ഞാനും എത്രത്തോളം വിലയേറിയവരാണെന്ന്. അവിടെ നമ്മൾ ഈ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ 3:21 വായിച്ചു, മനുഷ്യന്റെ ആത്മാവ്, മൃഗങ്ങളുടെ ആത്മാവ്. പക്ഷെ മൃഗങ്ങൾക്ക് സോളില്ല. ഈ സോൾ ഇല്ലാത്തത് കൊണ്ട് അവയ്ക്കുള്ള കുഴപ്പം എന്താണെന്നറിയാം? ചിന്തിച്ചു നോക്കുക. ഇപ്പോ എൻ്റെ കയ്യിൽ ഈ വാച്ച് കിടക്കുമ്പോൾ, ഈ വാച്ച് ഇതിന്റെ സമയം നോക്കാൻ അറിയത്തില്ലാത്തടത്തോളം എൻ്റെ കയ്യിൽ ഉണ്ടായിട്ട് പ്രയോജനമില്ല. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ ഇതെന്റെ കയ്യിൽ ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പോ എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ ഇപ്പൊ മൊബൈൽ ഫോൺ. മൊബൈൽ ഫോണിനകത്ത് പലതരത്തിലെ ഫങ്ഷൻസ് ഉണ്ട്. ഇതിന്നൊരു എന്താ പറയുക, ഒരു വലിയ നിലയിലുള്ള ഒരു ബിസിനസ് നടത്താൻ പോലും ഒരു ഫോൺ മതി. അത്രത്തോളം പ്രത്യേകതകളുണ്ട് ഇന്നൊരു മൊബൈൽ ഫോൺ. പലതരത്തിലെ പല പ്രത്യേകതകളുള്ള ഫോണുകൾ ഇന്ന് കാണാൻ പറ്റും. പക്ഷെ അത് ഉപയോഗിക്കാൻ അറിയത്തില്ലാത്ത ഒരാളുടെ കയ്യിൽ ആ വസ്തു ലഭിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഈ മൃഗങ്ങൾക്കെല്ലാം സ്പിരിറ്റ് ഉണ്ട്, പക്ഷെ അവയ്ക്ക് അറിയില്ല അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്, സ്പിരിറ്റില് ഉള്ള കപ്പാസിറ്റി എന്താണ്, സ്പിരിറ്റിന്റെ പവർ എന്താണ് അറിയില്ല. പക്ഷേ മനുഷ്യനിൽ സോള് കർത്താവ് വെച്ചിട്ട് നമുക്ക് ആ സ്പിരിറ്റിനെ കുറിച്ചുള്ള അവയർനെസ്, ആത്മാവിനെ കുറിച്ചുള്ള ബോധ്യം, എൻ്റെ ആത്മാവ്, അതെ, അത് ദൈവത്തിന്റെ ആത്മാവാണ്, ദൈവത്തിന്റെ ശക്തി. എപ്പോഴാണോ എൻ്റെ മനസ്സുകൊണ്ട്
ദൈവാത്മാവിനെ തിരിച്ചറിയുന്നത്, എൻ്റെ ആത്മാവിനെ തിരിച്ചറിയുന്നത് അപ്പോഴാണ് ഹല്ലേലൂയ ഇത് ആമേൻ എൻ്റെ ആത്മാവിൽ ആമേൻ ദൈവം വെച്ചിരിക്കുന്ന ജീവനെയും ശക്തിയും അധികാരത്തെയും ബലത്തെയും തിരിച്ചറിയുന്നത്. അതായത് പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആത്മാവിന്റെ രക്ഷ എന്ന് പറയുന്ന കാഴ്ചപ്പാടിൽ നിന്ന് സോളിന്റെ സാൽവേഷൻ, ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ ലഘുവായിരിക്കും. അപ്പൊ ദൈവം തന്റെ പ്രാണനെ നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുക, അതെന്റെ സോൾ. അപ്പൊ എപ്പോഴാണോ നമ്മുടെ സോൾ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക, അതായത് ദൈവത്തിന്റെ ആത്മാവായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത്, അവിടെയാണ് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ രഹസ്യം ഇരിക്കുന്നത്. എപ്പോഴാണ് നമ്മുടെ സോൾ ജഡത്തോട് ചേർന്ന് നിൽക്കുന്നത്, അപ്പോഴാണ് നമ്മൾ ജഡീകന്മാരാകുന്നത്. അപ്പൊ ആത്മീകൻ, ജഡീകൻ എന്ന് പറയുന്നത് ആത്മാവ്, ജഡമയൻ. അപ്പൊ ആത്മീകനാകുന്ന എപ്പോഴാ? സോള് ആത്മാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവൻ ആത്മീകനായി. സോൾ ജഡത്തോട് ചേർന്ന് നിൽക്കുമ്പം ജഡമയനായി. അപ്പൊ ഒരു മനുഷ്യനിൽ ദൈവാത്മാവ് പിശാച് രണ്ടും ഫൈറ്റ് ചെയ്യുമ്പോൾ ആരാ ജയിക്കുന്നത്? നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ പറയും ദൈവാത്മാവെ ജയിക്കത്തുള്ളൂ. യെസ്, ദൈവാത്മാവ് ശക്തനാണ്. പക്ഷേ നമ്മുടെ ജഡവും ആത്മാവും ഫൈറ്റ് ചെയ്യുന്നെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ജഡവും ആത്മാവും ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴല്ല റിയലി പവർഫുൾ ആണ്. എപ്പോഴാണോ നമ്മുടെ സോൾ, നമ്മുടെ മനസ്സ് ജഡത്തോട് ചേർന്ന് നിൽക്കുന്നത്, അപ്പൊ ജഡം പവർഫുൾ ആവും. എപ്പോഴാണോ നമ്മുടെ ആത്മാവ്, നമ്മുടെ സോൾ സ്പിരിറ്റിനോട് ചേർന്ന് നിൽക്കുന്നത്, അപ്പോൾ നമ്മുടെ സ്പിരിറ്റ് ആക്റ്റീവ് ആകും, അലൈവ് ആകും, ആത്മമണ്ഡലത്തിലെ കാര്യങ്ങൾ കാണാൻ തുടങ്ങും, നമ്മുടെ ജീവിത നിലവാരം മാറാൻ തുടങ്ങും. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങൾക്ക് ഒരു ആത്മീക ജീവിതം നടത്താൻ, മതപരമായ ജീവിതമല്ല, മതപരമായ ചടങ്ങുകൾ ആത്മീയതയായി കാണുന്നത് തെറ്റാണ്. എന്നാൽ എപ്പോഴാണോ ഹോളി സ്പിരിറ്റിനോട് ചേർന്ന്, ദൈവാത്മാവ് എൻ്റെ അകത്തുള്ളിൽ ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നത്, അവിടെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എൻ്റെ സോൾ എപ്പോഴാണോ ആത്മാവിനുള്ളത് തിരിച്ചറിയുന്നത്, അവിടെയാണ് ഹല്ലേലൂയ ഞാനൊരു ആത്മീകനായി മാറും. എൻ്റെ സോൾ സ്പിരിച്വൽ ആകും, എൻ്റെ സോൾ, എൻ്റെ മനസ്സ് ആത്മീകനായിട്ട് മാറും, ഞാൻ ആത്മീകനായിട്ട്. അപ്പൊ അവിടെ എന്താണെന്ന്, എന്റെ സോൾ ആത്മാവോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിന് വേറെ ഒരു മാർഗമില്ല, ദൈവവചനം അല്ലാതെ. ദൈവവചനം വായിക്കുന്തോറും നമ്മുടെ സ്പിരിറ്റ് സ്ട്രോങ് ആവും. അല്ലെ, ബൈബിളിലെ രണ്ട് കാര്യമാണ് പറയുന്നത്: വചനത്താൽ കേൾവി, വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. അപ്പൊ ആത്മാവിനെ എഡിഫൈ ചെയ്യാനായിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവവചനം. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: അന്യഭാഷ സംസാരിക്കുന്ന തനിക്കുന്നതിന് ആത്മാഭിവൃദ്ധി വരുത്തും. ഈ രണ്ട് കാര്യം അവിടെ പറയും. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ വചനം കേൾക്കും തോറും നമ്മളിൽ ഉണ്ടാകുന്ന കാര്യം, നമ്മുടെ സ്പിരിറ്റ് ആക്റ്റീവ് ആണ്, സ്പിരിറ്റ് പവർഫുൾ ആണ്. കാരണം നമ്മുടെ ആത്മാവിന്റെ യഥാർത്ഥ വിലയും യഥാർത്ഥ ശക്തിയും നമുക്ക് വെളിപ്പെടുത്തി തരാൻ ഇന്ന് ലോകത്ത് വേറൊരു മാർഗവുമില്ല ദൈവവചനം. നമ്മുടെ മനസ്സിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഒത്തിരി പുസ്തകങ്ങൾ ലോകത്തിൽ കിട്ടും, ശരീരത്തെ കുറിച്ച് പഠിക്കാനായിട്ട് ഒത്തിരി പുസ്തകങ്ങൾ കിട്ടും, അങ്ങനെ അറിവുള്ളവർ ഒത്തിരി പേരുണ്ട്. പക്ഷെ നമ്മുടെ ആത്മാവിന്റെ യഥാർത്ഥമായ സെൻസ് തിരിച്ചറിയാൻ, യഥാർത്ഥ പവർ കാലിബർ തിരിച്ചറിയാനായിട്ട് വേറൊരു ഗ്രന്ഥവുമില്ല ദൈവവചനമല്ലാതെ. സോ റീഡ് ദ ബൈബിൾ ആൻഡ് ഫീഡ് യുവർ സോൾ വിത്ത് ദ വേർഡ് ഓഫ് ഗാഡ്. നിങ്ങളുടെ സോളിനെ, നിങ്ങളുടെ മനസ്സിനെ വചനം കൊണ്ട് നിറയ്ക്കണം. നിങ്ങളോട് തന്നെ നിങ്ങൾ പറഞ്ഞു, ഒരു തിന്മയും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ദോഷവും നിനക്ക് വരത്തില്ല. നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് 10,000 പേര് വീഴുന്നാൽ നിന്നോട് അത് അടുത്തു വരത്തില്ല. ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. നിങ്ങളുടെ സോളിനെ റിച്ച് ചെയ്ത്, സോളിനെ സ്ട്രെങ്തൻ ചെയ്ത്, അതിനൊറ്റ മാർഗമുള്ളൂ ദൈവവചനം. എത്രത്തോളം ദൈവവചനം കൊണ്ട് നിങ്ങളുടെ സോൾ നിറയുന്നു, അത്രത്തോളം നിങ്ങൾ സ്പിരിച്വൽ ആവും. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചിന്തിക്കണം, കർത്താവ് മനുഷ്യന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതെ, വാക്കുകൾ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ്, വാക്കുകൾ കൊണ്ട് കാര്യങ്ങളെ സൃഷ്ടിക്കാൻ, നിയന്ത്രിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ദൈവം വെച്ചിട്ടുള്ളൂ. യെസ്, ബിക്കോസ് അവർ സോൾ. അപ്പൊ നമ്മുടെ സോൾ
നമ്മുടെ സോളിനോട്, നമ്മുടെ മനസ്സിനോട് നമ്മൾ തന്നെ പറയാം, എൻ്റെ ജീവൻ ദൈവത്തിന്റെ ജീവനാണ്, എൻ്റെ ജീവൻ കർത്താവിന്റെ ജീവനാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിലൂടെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചറിവ് ഇതാണ്: മൈ സ്പിരിറ്റ് ഈസ് ബിലോങ് ടു ഗോഡ്. എൻ്റെ സ്പിരിറ്റ് കർത്താവിന്റെ. നമ്മുടെ ആ സോളിനെ സ്ട്രെങ്തൻ ചെയ്ത് ജീവിതത്തിൽ ചരിത്ര ജയത്തോടെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞ് ശക്തിയോടെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാനായിട്ട് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ദൈവവചനത്തിൽ ഹല്ലേലൂയ ഞങ്ങളുടെ സോളിനെ ഞങ്ങളുടെ കർത്താവിന്റെ വചനം കൊണ്ട് പരിപോഷിപ്പിച്ച് ഞങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകട്ടെ. ഞങ്ങളുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവാണ്. ഞങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. ഞങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ് എന്ന ബോധ്യം കൊണ്ട് നിറയട്ടെ. കർത്താവെ, പ്രത്യേകിച്ച് കർത്താവെ, ആ തിരിച്ചറിവില്ലായ്മ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ഇന്ന് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറയുന്നു. അവയൊക്കെ മടങ്ങി വരട്ടെ. ജീവനുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, വിടുതലുണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. യെസ്, യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. കർത്താവ്, സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, സ്വസ്ഥത ഉണ്ടാകട്ടെ. ജയത്തിന്റെ മേൽ ജയമായി, ജയത്തിന്റെ മേൽ ജയമായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചിറകിന്റെ മറവിൽ മറയ്ക്കണം. എല്ലാ പ്രതിസന്ധികളും യേശുവിന്റെ നാമത്തിൽ പൊട്ടിച്ചു കളയുന്ന കർത്താവ്, കൃപയെ സൂക്ഷിക്കണം. മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാട് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഈ വചന കേൾവി നിങ്ങൾക്ക് അനുഗ്രഹകരമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിശ്ചയമായും നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഇതിന്റെ തുടർച്ചയായിട്ടായിരിക്കും അടുത്ത മെസ്സേജും. ഇതൊരു ബൈബിൾ സ്റ്റഡി ആയിട്ട് നിങ്ങൾ പരിഗണിക്കുക. മറ്റുള്ളവർക്കിത് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉള്ളിലൊരു ബോധ്യം ഉണ്ടാകട്ടെ, ഞാൻ ജയമുള്ളവന്. കർത്താവിന്റെ ജീവൻ എൻ്റെ അകത്തിരിക്കുക. കർത്താവിന്റെ ജീവൻ എൻ്റെ അകത്തായിരിക്കുന്നു. ആ കർത്താവ് എനിക്ക് തന്ന മനസ്സിനെ ശരിയാവണ്ണം ഉപയോഗിക്കാനുണ്ട്. ജഡത്തോട് ചേർന്നൊന്നുമല്ല, ആത്മാവിനോട് ചേർന്ന് എൻ്റെ മനസ്സിനെ ഉപയോഗിക്കുമ്പോൾ എനിക്കൊരു ജയമുണ്ട്, എനിക്കൊരു വിടുതലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ്, അതെ, ഓരോരുത്തരും ആ സത്യം തിരിച്ചറിഞ്ഞ് യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തിലൂടെ നമ്മുടെ ആത്മാവിന്റെ ആ പാപത്തിന്റെ കുറ്റബോധം നമ്മുടെ അകത്തുനിന്ന് മാറി നമ്മളെ നീതീകരിക്കാനായിട്ട് യേശു മരിച്ചത്. ആ ബോധ്യത്തോടുകൂടെ വാഴുവാനായിട്ട് കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നമ്മുടെ ഈ പ്രോഗ്രാം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ഒപ്പം നിങ്ങൾ ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഞങ്ങളുടെ പുസ്തകങ്ങൾ സൗജന്യമായി ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് ഈ കാണുന്ന നമ്പറിൽ ഞങ്ങൾ ബന്ധപ്പെടുക. തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് പുസ്തകം ലഭ്യമാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.